জেল, জঙ্গল, যেখানে থাকে জঙ্গলের রাজা। যেখানে মানুষ শুধুই সংখ্যা। പശ്ചിമ ബംഗാളിലെ സൂപ്പർ ഹിറ്റ് സിനിമകളിലൊന്നായ മുക്തോധാരയിലെ ഏതാനും രംഗങ്ങളാണിത്. മുക്തോധാര എന്നാൽ സ്വതന്ത്രമായി ഒഴുകുന്നത് എന്നാണ് അർത്ഥം. ഒരിക്കൽ ഒരാൾ അനുഭവിച്ച ഭൂതകാലത്തെ അയാൾ തന്നെ അഭ്രപാളിയിൽ അഭിനയിക്കേണ്ടി വന്നു. സിനിമയുടെ വിജയത്തിന് നിദാനമായ അപൂർവതയുടെ ഉടമ നൈജിൽ അക്കര. ഇരുട്ടുനിറഞ്ഞ വില്ലനിൽ നിന്നും സിനിമയിലെ നായകനായി ജീവിതത്തിലേക്ക് അയാൾ നൈജിൽ, വിക്കി, നൈജിൽ അക്കര എന്നീ പേരുകളിൽ സ്വതന്ത്രമായി ഒഴുകി. এক অনুভূতিহীন আইনা রয়েছে অপরাধী মনের জেল থেকে পালানোর অদম্য. ഫോർട്ട് കൊച്ചിക്കാരനായ അച്ഛൻ്റെയും തൃശൂർക്കാരിയായ അമ്മയുടെയും കൊൽക്കത്തക്കാരനായ മകൻ അതായിരുന്നു നൈജിൽ. സ്കൂൾ വിദ്യാഭ്യാസ കാലം വരെ മികച്ച വിദ്യാർത്ഥി. കോളേജ് ജീവിതത്തിൽ പാർക്ക് സ്ട്രീറ്റിൻ്റെ ഉറക്കം കെടുത്തുന്ന വിക്കിയിലേക്ക്. ചോരയുടെ ഗന്ധം വിക്കിയെ തെറ്റുകളിലേക്ക് ആനയിച്ചു. 17-ാം വയസ്സിൽ ആരംഭിച്ച വഴിവിട്ട ജീവിതം വിക്കിയെ എത്തിച്ചത് കൊട്ടേഷൻ സംഘത്തിൻ്റെ നേതൃപദവിയിലേക്ക്. ഇവിടെ ബൈക്കുണ്ടാക്കി, ഇവരുടെ കൂടെ അടി ആയി, അവരുടെ കൂടെ അടിയായി, ചെയ്തില്ലേ, അത് ഒരു അഡിക്ഷൻ്റെ പോലെ ആയി ഈ വിക്കിയായി. അധോലോക രാജാവിൻ്റെ വാഴ്ചയിൽ വിക്കി നേടിയത് കുപ്രസിദ്ധിയും പണവും. ഹോട്ടലുകളിൽ നിന്നുള്ള പ്രയാണത്തിനിടെ അയാൾ കുടുംബത്തെ മറന്നു. കൂട്ടിനുണ്ടായിരുന്നത് കുറ്റകൃത്യങ്ങൾ മാത്രം. ചോര തേടിയുള്ള യാത്രയ്ക്ക് വിരാമമിട്ടത് ഒരു കൊലപാതകം. പ്രസിഡൻസി ജയിലിലെ 9 വർഷങ്ങൾ. ചെയ്ത തെറ്റുകളുടെ ശിക്ഷ പല രൂപത്തിൽ ശരീരത്തിൽ ഏറ്റുവാങ്ങിയ സമയം. ഇതിനുശേഷമായിരുന്നു വിക്കി നൈജിൽ അക്കരയിലേക്ക് പരകായ പ്രവേശം നടത്തിയത്. കലയോടുള്ള അടങ്ങാത്ത അഭിനിവേശം ഇതിന് കാരണമായപ്പോൾ വഴിയൊരുക്കിയത് ജയിൽ IG DB ശർമ്മയും പ്രശസ്ത നൃത്താധ്യാപിക അളകനന്ദ റോയും. തടവുകാരെ നൃത്തം പഠിപ്പിക്കാനെത്തിയ അളകനന്ദ റോയ് നൈജിലടക്കം നിരവധി പേരുടെ അമ്മയായി, സഹോദരിയായി മനസ്സുമാറ്റി. പാട്ടും നൃത്തവും നാടകവുമൊക്കെയായി ജയിൽ ഒരു കലാകേന്ദ്രമായി മാറി. Till Alaknanda Roy came into the prison and all this, she never told, ഒരിക്കലും പറഞ്ഞില്ല നീ തെറ്റ. ടാഗോറിന്റെ വാത്മീകി പ്രതിഭ എന്ന നാടകത്തിൽ രത്നാകർ എന്ന കഥാപാത്രത്തിന് ജന്മം നൽകാൻ തെരഞ്ഞെടുക്കപ്പെട്ടത് നൈജിലിനെ. എന്നാൽ ജയിൽ അധികൃതർ വിലക്ക് കൽപ്പിച്ചു. ഒടുവിൽ അളകനന്ദ റോയുടെ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ അധികൃതരുടെ വിലക്കുകൾ നിഷ്ഫലം. നൈജിൽ അരങ്ങിൽ. ിൽ കൊൽക്കത്ത ഹൈക്കോടതി നൈജിലിനെ കുറ്റവിമുക്തനാക്കി. കുറ്റകൃത്യങ്ങളുടെ പഴയകാലത്തെ വെറുപ്പിന്റെ മൺകുടത്തിലടച്ച് ജയിൽ മോചിതനായ നൈജിലിന് മുന്നിൽ ജീവിതം നിരവധി ചോദ്യങ്ങൾ ഉയർത്തി. പുറത്ത് വന്നിട്ട് നല്ലതാവുമെന്ന് ഗ്യാരണ്ടി ഇല്ല. പക്ഷെ കുറച്ച് ആൾക്കാർ പുറത്ത് വന്നിട്ട് നല്ലതാവാൻ അവർക്ക് ഇഷ്ടമുണ്ട്. അവർക്ക് ആരും ജോലി തരുന്നില്ല, അവരെ ആരും വിശ്വസിക്കുന്നില്ല. പിന്നീട് കാലമെത്തിച്ചത് തൂപ്പുകാരൻ്റെ റോളിൽ. ജയിൽ ജീവിതത്തിനിടെ ഹ്യൂമൻ റൈറ്റ്സിൽ നേടിയ ബിരുദാനന്തര ബിരുദം തൂപ്പുകാരൻ്റെ ജീവിതത്തിന് തടസ്സമായില്ല. പശ്ചിമ ബംഗാൾ സർക്കാരിൻ്റെ സഹായത്തോടെ സെക്യൂരിറ്റി ഏജൻസിക്ക് രൂപം കൊടുത്ത നൈജിലിന് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. ജയിലിൽ ഒപ്പമുണ്ടായിരുന്നവർ മനസ്സുമാറി സെക്യൂരിറ്റി ജീവനക്കാരായി. വില്ലനിൽ നിന്നും നായകനിലേക്കുള്ള പ്രയാണത്തിൻ്റെ 2ാം ഘട്ടം ഇവിടെ ആരംഭിക്കുന്നു. നൈജിലിൻ്റെ ജീവിതം സിനിമയാക്കാൻ ബംഗാളി സംവിധായകൻ ശിവപ്രസാദ് മുഖോപാധ്യായ തീരുമാനിച്ചപ്പോൾ ആരെ നായകനാക്കണമെന്ന കാര്യത്തിൽ സംശയമുണ്ടായിരുന്നില്ല. സ്വന്തം ജീവിതം അഭിനയിക്കാൻ നൈജിലിന് വിധി അവസരമൊരുക്കി. മുഗ്ധോധാര പുറത്തിറങ്ങിയപ്പോൾ സൂപ്പർ ഹിറ്റ്. നൈജിൽ അക്കര ഇപ്പോൾ ബംഗാളിൽ അറിയപ്പെടുന്ന താരം. കൂടുതൽ ചിത്രങ്ങൾ, കൈനിറയെ പണം. പക്ഷേ നൈജിൽ അപ്പോഴും തൻ്റെ ലക്ഷ്യങ്ങളിൽ നിന്നും വ്യതിചലിക്കുന്നില്ല. ജയിൽ മോചിതരുടെ പുനരധിവാസം, ജയിൽവാസികളുടെ മക്കളുടെ പഠനം, അങ്ങനെ നിരവധി സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള ശ്രമത്തിലാണ് ഈ 33-കാരൻ.
നൈജിൽ അക്കരയുടെ ജീവിതം സ്വതന്ത്രമായി ഒഴുകുകയാണ്. സിനിമ പോലെയുള്ള ജീവിതത്തിൽ നൈജിലിന് മറ്റുള്ളവരോട് പറയാനുള്ളത് ഇത്രമാത്രം: যদি চাস ফিরে গিয়ে সবার সামনে মাথা উঁচু করে দাঁড়াবি, তাহলে আমার সঙ্গে চল, আর না হলে নিজেদের রাস্তা নিজেরা বেছে নে। আজকে যদি আমরা এখান থেকে ফিরে যেতে পারি, তাহলে একটা কথাই সবাই বলবে, এভাবেও ফিরে আসা যায়।